എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ മാസം കർത്താവ് 30 ദിവസം നമ്മൾ പൂർത്തീകരിച്ചു. ഒക്ടോബർ മാസത്തിലാണ് അമ്മ ഈ സന്ദേശം തന്നതെങ്കിലും ഇപ്പോൾ 1 മാസം നമ്മൾ പൂർത്തീകരിക്കുകയാണ് നവംബറിൽ. അപ്പോൾ ഈ മാസം മുഴുവൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, അമ്മയുടെ പ്രത്യേക ദിവസമാണ്. ഈ അമ്മയുടെ പ്രത്യേക ദിവസമുണ്ടല്ലോ, പണ്ട് ആൾക്കാർ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്രത്യേകം പോയി കുർബാന കൂടുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് ചെയ്യുന്നില്ലെന്നല്ല, കുറച്ച് അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഞായറാഴ്ച പോലെ അമ്മയുടെ ദിവസം ആചരിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ധർമ്മക്കാരെ കാണുകയും അവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നവരുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യേകമായി തുടച്ച് വൃത്തിയാക്കി പൂവൊക്കെ വെച്ച് അമ്മയെ വണങ്ങുന്ന ദിവസം കൂടിയാണ്. പിന്നെ ജവമാരെ കുഴച്ചെല്ലും. അങ്ങനെ മാതാവിൻ്റെ ആൾക്കാരും മാതാവിൻ്റെ ആധ്യാത്മിക പേറുന്നവരാണ്. മാതാവിൻ്റെ ആധ്യാത്മികകൾ വലിയ ആധ്യാത്മികതൊന്നുമില്ല. കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല ഈസി വചനത്തെ ആദ്യം സ്വീകരിച്ച അമ്മയുടെ ആധ്യാത്മികത തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു പ്രേയർ. കർത്താവെ, ഞങ്ങൾ നിൻ്റെ നാമത്തിന് ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ശനിയാഴ്ച അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൻ്റെ ആശീർവാദത്തിന് നിൽക്കുമ്പോൾ അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത്. അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ് തികയാതെ വന്ന കാര്യം, അവിടുത്തെ ഇല്ലായ്മ, തികയാത്ത അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ്, ഏറ്റെടുപ്പ് മാതാവെന്ന്. നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും, അപ്പോൾ ചിലർക്ക് മനസ്സിലാകും. പക്ഷെ മാതാവ് ചെയ്തത് എന്താണ്? ആ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. അതാണ് ഏറ്റെടുപ്പ് മാതാവെന്ന് പറയണത്. അതായത് ശനിയാഴ്ച നിൻ്റെ എല്ലാ വിഷയം, ഞങ്ങളൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ മെയ് മാസമൊക്കെ വരാൻ കാത്തിരിക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ ഫയൽ നോക്കുന്ന മാസമാണത്. പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കി കളയണ ദിവസമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ്, അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ മരിയൻ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും മാതാവിൻ്റെ മധ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും. ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. വചനത്തിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. അമ്മയേക്കാൾ വലിയൊരു ജീവിതവും വേറെ മധ്യസ്ഥനോ ഒന്നുമില്ല. കാര്യം പ്രധാന മധ്യസ്ഥ കൃപാസനം മാതാവിനെ വിളിക്കുന്നത്. അല്ല, ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ പ്രധാന മധ്യസ്ഥൻ, കാര്യം എന്താ, മറ്റു പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ പ്രധാന മധ്യസ്ഥയാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും. യേശുവിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. അമ്മയേക്കാൾ വലിയ മധ്യസ്ഥമില്ല. ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റയ്ക്ക് പണിപ്പെടേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങൾ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം. ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം അമ്മയുടേതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പരവിധാനം സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ, മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര, അതുപോലെ തന്നെ ചർച്ചകൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, സമ്മേളനങ്ങൾ, എവിടെയെല്ലാം അങ്ങനെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വിനിമയങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ, ചർച്ചകൾ, യാത്രകൾ, സംരംഭങ്ങൾ, കയ്യൊപ്പുകൾ, ഒപ്പിടേണ്ട അവസ്ഥകൾ, രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ, എന്തെല്ലാം വിഷയങ്ങൾ, വേറെവർ യു ഗോ, നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ ഉണ്ടായിരിക്കും നളിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഇന്ന് മുഴുവനും കർത്താവിൻ്റെ ചൈതന്യമായി നിങ്ങളിൽ രാത്രി വിശ്രമിക്കാൻ എത്തുന്നവരെയുള്ള എല്ലാ ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേശു ക്രിസ്തു നീങ്ങിപ്പോട്ട് കൽപ്പിക്കുന്നു. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, ഇന്ന് സന്ദേശം നവംബർ 30 ശനിയാഴ്ച, ലുക്കയുടെ സുവിശേഷം 2:20. തങ്ങളോട് പറയപ്പെട്ടതുപോലെ, ഇത് ആർട്ടിഡേമായിട്ട് സംഭവം കേട്ടോ. അതായത് നമ്മൾ നത്താൾ പെരുന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഡിസംബർ 1 തീയതിയാണ്.
അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊരു ഡിസംബർ ക്രിസ്മസ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ വന്ന് പുൽത്തൊട്ടിയിൽ കണ്ട് ഈശോനെ അമ്മയും കണ്ടതാണ് ഈ വിഷയം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ്? തങ്ങളോട് പറയപ്പെട്ടതുപോലെ സകല കാര്യങ്ങൾ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും. അപ്പോൾ ഇത് എന്ത് സംഭവം എന്നറിയാമോ? ഞാൻ ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ച സംഭവത്തിലേ ഉള്ളൂ. സകല കാര്യങ്ങളെക്കുറിച്ചും എന്താണ്? ദൈവത്തിന് നന്ദി കരയറ്റുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല കാര്യങ്ങൾക്കും. ശരിക്കും പറഞ്ഞാൽ ആട്ടിടയന്മാർക്ക് പൂജരാജക്കന്മാർക്ക് കിട്ടി ഒരു ആനുകൂല്യം കിട്ടാൻ പാവപ്പെട്ട കക്ഷികളാണിത്. പൂജരാജക്കന്മാർക്ക് അവർക്ക് നല്ല നക്ഷത്രമൊക്കെ തെളിച്ച് ദൈവം ആഘോഷമായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് കിട്ടിയില്ല. പക്ഷെ മാലാഖ അവരെ കണ്ടു, അത് വരെ സത്യമാണ്. അപ്പം മാലാഖ കണ്ടു എന്നുള്ള കാര്യം ഭയങ്കരമായ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള നന്മ എന്ന് പറയുന്നത് അതുൾപ്പെടെ ദൈവത്തിൻ്റെ വെളിപാട് എളിയവർക്ക് ആദ്യം ദൈവം വെളിപ്പെടുത്തിയ അതാണ് സകല കാര്യങ്ങളും ഉള്ളത്. പക്ഷേ പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് മിക്കവാറും ആരാണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഔന്നത്യമോ അംഗീകാരമോ സംസാരമോ അവരുടെ സംസാരം അവർ സ്വീകരണമോ സ്വാഗതമോ ഒന്നും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ. അവരമ്മയാണല്ലോ കണ്ടത്. അപ്പം അമ്മയെ ഈശോനെ അല്ല കണ്ടത്. അപ്പം അവിടുത്തെ സിറ്റുവേഷൻസ് ഇവർ വെൽക്കമിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രാകൃതമായ അമ്മയ്ക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യം വെച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാര്യം പ്രസവം കഴിഞ്ഞു പെറ്റതറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരല്ലേ ആ സമയത്ത് വരണത്. അവർ സമ്മാനം കൊണ്ട് വരണതിന് പകരം ഒരു ബന്ധവും ഇല്ലാത്ത പരിചയമില്ലാത്ത കുറച്ച് പ്രാകൃത മനുഷ്യർ ഒന്ന് നോക്കി വെച്ച് പോകും. പക്ഷേ നോക്കി വെച്ച് പോകുമ്പോൾ അവർക്കും റെസ്പോൺസ് കിട്ടുന്നില്ല, മര്യാദ തിരിച്ച് റെസ്പോൺസ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ചില സമയത്ത് നിറം നഷ്ടപ്പെട്ട് കാണും. ജീവിതത്തിൽ നിറം നഷ്ടപ്പെട്ട് കാണും. കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ വരവ് കൊണ്ട് പ്രത്യേകിച്ച് നല്ല വണ്ണം വീട്ടിൽ താമസിച്ച് ഭംഗിയായിട്ട് ആൾക്കാരുടെ സ്നേഹവും ഔദാര്യവും പരിഗണനയും പരിചരണവും ഒക്കെ കിട്ടേണ്ട കാലത്ത് ഈ പ്രാകൃതമായ മനുഷ്യർ വന്ന് നോക്കി നിന്നില്ല, വരവൊന്നും കിട്ടിയില്ല. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ആട്ടിടയന്മാരെ കുറിച്ച് പറയണത് അവരോട് പറയപ്പെട്ട അവർ ദേ ആർ ഹാപ്പി വാട്ട് ദേ ഹാവ് ഫെൽറ്റ്. അവർക്ക് അവിടെ കിട്ടിയതിനെക്കുറിച്ച് അവർ വളരെ ഹാപ്പിയാണ്. അവർ കണ്ടതുപോലെ പറഞ്ഞതുപോലെ കണ്ടല്ലോ പിള്ളക്കച്ചി പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടന്നിരിക്കുന്ന ഇവരായിരിക്കും രാജാവെന്ന് അവിടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ദേ ആർ ഹാപ്പി. അപ്പോൾ സിറ്റുവേഷൻസ് മോശമാണ്. അവിടെ ഒരു രാജാവിൻ്റെതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. രാജകീയ ജന്മവുമല്ല. ഒരു ചേരിപ്രദേശത്ത് ഒരു വലിയ സ്വാധീനവും വലിയ നിലവില്ലാത്ത ആൾക്കാർ പെറ്റുകിടക്കണ പോലെ വഴിയരികെ പെറ്റുകിടക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ആ പുൽത്തൊട്ടി പോയതാണ്. അതൊരു വഴിയരികയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഗുഹ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കൂടെ ഇവിടെ ഒരു വഴിയരിക ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് കണ്ടിട്ട് ആട്ടിടയന്മാർക്ക് സന്തോഷമാണ് ഉണ്ടായത്. കാര്യം ആ സിറ്റുവേഷനെ കുറിച്ച് ദേ ആർ ലീസ്റ്റ് ബോധപ്പെട്ടിട്ട്. ആ സാഹചര്യം കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നത്തില്ല. പക്ഷേ സാഹചര്യമല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കണ്ടത് കൊണ്ടാണ്. ആ സാഹചര്യമല്ല കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകണത്. അപ്പോഴേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം, നമ്മൾ നല്ലോണം വിശ്വസിക്കുന്നവരാകാം, പക്ഷേ അതിൻ്റെ ഒരു സെറ്റപ്പൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ഭയങ്കരമാണ്. ഞാൻ കുറേ അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തെ എല്ലാവരെക്കാളും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ സെറ്റപ്പ് സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. സ്റ്റിൽ വി ബിലീവ് ഇൻ ഇറ്റ്, വി വിൽ ട്രസ്റ്റ് ഇൻ ഇറ്റ്, സ്റ്റിൽ വി ഗെറ്റ് ത്രൂ ഇറ്റ്. അതിലൂടെ കടന്നു പോവുകയാണ്. എന്താ? ദൈവത്തിൻ്റെ വചനങ്ങൾ അനാലങ്കൃതമായ അടയാളങ്ങളില്ലാതിരിക്കുന്നൊരു കാലത്തും അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കുന്നവരുടെ അതേ ത്രസിപ്പോടുകൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ആട്ടിടയന്മാരുടെ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ഒരു ദിവസം ഈ ക്രിസ്മസ് കാലം നിങ്ങൾ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എല്ലാവരും പാടുക. സ്നേഹമേ
പാട് എല്ലാവരും. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചങ്കം കരളും എടുത്ത് സൂക്ഷിച്ച് അസറിയാസും തോബിയാസും കൂടി പിന്നെയും യാത്രയാകും. അപ്പോഴവർ പോകുന്ന വഴിക്ക് രാത്രിയാകുമ്പോൾ റഗ്വേൽ എന്നും പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിൽ കയറും. റഗ്വേൽ ബന്ധമുള്ള ആളാണ്, ചർച്ചക്കാരാ. രാത്രിയായി, പോകേണ്ട സ്ഥലം ഇനിയും പോകാനുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് യാത്ര നടക്കാത്തത് കൊണ്ട് ഇവർ കൊച്ചു മത്സ്യത്തിനെ ചുട്ടു തന്നിട്ട് ചങ്കം കരളും എടുത്തുകൊണ്ട് യാത്രയാകും. റഗ്വേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് വിഷയം. റഗ്വേലിൻ്റെ മകളാണ് സാറ. അവൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഈ തോബിയാസിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ജീവിത പങ്കാളിയാണ്. ദൈവഹിതപ്രകാരമല്ലാതെ അവൾ കല്യാണം കഴിച്ച് 7 ഭർത്താക്കന്മാർ മരിച്ചിരിക്കുന്നതാണ്. അതേക്കുറിച്ചൊക്കെ ബൈബിൾ നല്ല രസകരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ റഗ്വേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അസറിയാസ്, ഈ ദൂതൻ പറയും, ഇത് നിൻ്റെ ജീവിത പങ്കാളിയാണ്, അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് തടസ്സമില്ലെന്ന് പറയും. അപ്പോൾ റഗ്വേലിനെ സാറയുടെ അപ്പന് അത് ബോധ്യമാകും. അപ്പോൾ സാറ കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കല്യാണം കഴിക്കരുത്, കാര്യം ഇന്ന രീതിയിൽ മരിച്ചിട്ടുള്ളതാണ് ഭർത്താക്കന്മാർ. കാര്യം തുറന്നു പറഞ്ഞ കണ്ടില്ലേ, വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പരാധീനത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം. കഴിക്കണമെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കണം, ദൈവ തീരുമാനിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ സാറ കാര്യം തുറന്ന് പറയുകയാണ്. എന്താ പറയണത്? എൻ്റെ ഭർത്താക്കന്മാർ കെട്ടിയവരെല്ലാം അന്ന് രാത്രി തന്നെ മരിച്ചു വീണിട്ടുണ്ട്, എൻ്റെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ റഗ്വേലിന് എന്ത് അസറിയാസ് പറയും, ഇല്ല, ഇത് ദൈവഹിതമാണ്, നിൻ്റെ ഭർത്താക്കന്മാരെ കൊന്നിട്ടുള്ള ഭൂതത്തെ ഞാൻ ഉച്ചാടനം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അസറിയാസ് തോബിയാസിനോട് പറയും, കല്യാണ രാത്രിയിൽ നീ പിടിച്ച മത്സ്യത്തിൻ്റെ ചങ്കും കരലും എടുത്ത് ഇപ്പം നെരിപ്പോടിലിട്ട് പുകക്കാൻ പറയും. അത് പുകച്ച് കഴിയുമ്പോൾ ഈ ഭൂതം ഉച്ചാടനം ചെയ്യപ്പെടും. അതായത് എന്ത് തിന്മയുണ്ടെന്നുണ്ടെങ്കിലും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധയും നിന്നെ ഏൽക്കുകയില്ല. 91 സങ്കീർത്തനം 7-ാം തിരുവചനം. സങ്കീർത്തനം 91:7. നിന്റെ പാർശ്വങ്ങളിൽ നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. അതായത് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. അതാണ് ഞാൻ എപ്പോഴും ഉടമ്പടി കർക്കശമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടിയിൽ എന്താണ് 14:9 തോബിയാസ് പറയണത്? കർത്താവിൻ്റെ നിയമവും കർത്താവിൻ്റെ പ്രമാണങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും അനുസരിച്ച് ജീവിക്കുന്നൊരു ജീവിതം മത്സ്യം വിഴുങ്ങാൻ വന്നാലും, അതുപോലെ തന്നെ പിശാച് ഭർത്താക്കന്മാരെ കൊല്ലുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചാലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. അതായത് ഉടമ്പടി നമുക്ക് നൽകുന്ന സംരക്ഷണം നിസ്സാരമല്ല. സെലുവിൻ്റെ സാക്ഷ്യത്തിൽ കേൾക്കുന്നത് എന്താണ്? അണലി ഒരു ദിവസം, 2ാമത്തെ ദിവസം ശംഖ് വരെ, 3ാമത്തെ ദിവസം മൂർക്കരിങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവളെന്താ ചെയ്യണത്? അവളൊന്നും ചെയ്തില്ല. അവൾ ചെയ്തിട്ടിരിക്കണത് കൃപാസനത്തിൽ മണ്ണെടുത്ത് ഇവിടെ വന്നു വെച്ചു. വർഷങ്ങളായിട്ടുള്ള പാമ്പ് ശല്യമാണേ. മണ്ണെടുത്തിട്ട് എന്ത് ചെയ്ത് ഉടമ്പടി ഉപ്പുമായിട്ട് കലർത്തി അത് സ്വന്തമായിട്ട് ചെയ്യണേ, ആരും പറഞ്ഞു കൊടുക്കണമല്ല. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന് ദൈവമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ പരിഹാര മാർഗ്ഗങ്ങൾ സ്വന്തം മനസ്സിൽ തന്നെ ദൈവം കൊടുക്കും. അവളെന്ത് ചെയ്ത് ആ ഉപ്പ് കൊണ്ടുവന്ന് വെയിലിൽ മുഴുവൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെയിലിക്ക് മുഴുവൻ ഉപ്പ് തുളി. കാര്യം അവർക്ക് ആപ്പടെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ചുറ്റോടിയിട്ടുള്ള കാടാണ്. അത് നാട്ടുകാരുടെ പുരയിടമാണ്. ആ നാട്ടുകാർ ഒന്നും ഇവിടെയെങ്കിലും ഇല്ല. അപ്പോൾ അവരുടെ കാട് വെട്ടാനും പറയത്തില്ല. നമ്മളെ കാര്യം വെട്ടിയാൽ കേസുമാകും. പാമ്പാണെങ്കിൽ പാമ്പിന് പുരയിടത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത കാരണം പാമ്പ് ഇതിൻ്റെ പേരിൽ കാട്ടിൽ നിന്ന് കയറുന്ന പോലെ നമ്മുടെ വീട്ടിൽ കയറി കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട ജീവിതമാണെന്ന് നോക്കിയേ. അപ്പോൾ അവൾ ചെയ്തിരിക്കണത് എന്താണ്? അവൾ ഉടമ്പടി ജീവിച്ചിട്ട് മണ്ണ് വാരി കൊണ്ടുപോയിട്ട് ഉപ്പുമായിട്ട് കലർത്തിയിട്ട്
വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വെയിൽ 4 അതിരിനും വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് പ്ലേസ് ചെയ്യും. ഇതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് ഇരുമ്പ് ഗേറ്റിൻ്റെ ഒരു കുരിശിടും. കർത്താവിൻ്റെ ഭവനമാണിത്, ഇവിടെ പ്രവേശിക്കരുതെന്ന് പറയും. അതാണ് ഒരു ബാധയും നിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കത്തില്ല. സുലു പറയണത് പിന്നെ 1 കൊല്ലമായി ഇപ്പോൾ ഇന്ന് വരെ ഒരു പാമ്പിനെ പോലും കുടുംബത്തിൽ കണ്ടിട്ടില്ലെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഒരു വ്യക്തി വിശ്വാസത്തെ വളർന്നു കഴിയുമ്പോൾ ഇത്രയും നാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല വിഷയമൊക്കെ വെറുതെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യണം. അത് കാര്യം എന്താണ്? ഇവളിപ്പോൾ അതോറിറ്റിയായി, ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥതയായി. നമ്മൾ ഉണക്ക ഉടമ്പടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഫ്രഷ് അതിൻ്റെ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥൻ ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പദവിയാണ്. എന്താണ് നിൻ്റെ പദവി എന്ന് ചോദിച്ചാൽ ദൈവതിരുസേനയിൽ പറയണം, ഞാൻ ഉടമ്പടിയുടെ ഉടമസ്ഥയാണെന്ന് പറയണം. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് ഞാൻ ജീവിക്കണത്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിട്ടുള്ള തെറ്റാത്ത ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത്. എൻ്റെ നിലപാടുകൾ, എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങൾ എല്ലാം ഉടമ്പടി പ്രകാരമാണ്. അങ്ങനെ ഉടമ്പടി പ്രകാരമായിട്ട് തന്നെയാണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആരായി മാറും? ഉടമ്പടിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ. പ്രാർത്ഥിക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുന്ന ഞങ്ങള് ഉടമ്പടി ജീവിതത്തിന്റെ ഉടമസ്ഥരാകാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഇവളെ കല്യാണം കഴിച്ചിട്ടാണ് ഇനി തോബിയാസ് യാത്ര ചെയ്യണത്. ആ പണവും വാങ്ങിച്ച് യാത്ര ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട്, അപ്പം നോക്കുമ്പോഴുണ്ട് തോബിയാസിൻ്റെ കൂടെ വേറൊരു പെണ്ണ് കൂടി കയറി വരുന്നത്. തോബിത്താണ് അപ്പൻ. അപ്പം അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രോത്സാഹം കഴിഞ്ഞാൽ അപ്പൻ്റെ അന്നയാണിത് പറഞ്ഞു കൊടുക്കണത്, നമ്മുടെ മകൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽപ്പുണ്ടെന്ന് പറയണം. പക്ഷേ ആത്മാവിൽ ഇയാൾക്കറിയാം ദൈവം ചെയ്ത കാര്യങ്ങളാണെന്നറിയാം. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അസ്രിയാസ് റാഫേൽ മാലാഖ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യണം. ദൈവമാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിക്കണം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് തുടങ്ങിയത് എങ്ങനെയാണ്? ഉടനെ അസ്രിയാസ് പറയും, ഇനി ചെയ്യേണ്ടത് ദൈവം നിനക്ക് തന്ന ജീവിത പങ്കാളി അപ്പം കാണണ്ടേ. അപ്പം അന്ധനായിരിക്കുകയാണ്. അപ്പനൊരു സൽപ്രവൃത്തി ചെയ്ത് അന്ധനായ മനുഷ്യനാണ്. അപ്പനൊരു സാപത്ത് ദിവസം ഉപവസിച്ചിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരുന്നുശാല വന്നപ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് ഒരു ശവം കിടക്കണമെന്ന് പറഞ്ഞ് പട്ടണത്തിൽ. അപ്പൻ വിശന്ന് രാവിലെ മുതൽ വൈകുന്നേരം വിശന്നിട്ട് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ശവം കിടക്കണമെന്ന് പറഞ്ഞത്. ഉടനെ അപ്പൻ എന്ത് ചെയ്ത് ആ ശവം പോയി മറവ് ചെയ്ത് ശവം മറവ് ചെയ്ത അന്ന് ശേഷം അവിടെ ശിക്ഷ ഉള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ സൽപ്രവൃത്തിയാണ് ശവം മറവ് ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അതിനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് തളർന്നു വരുമ്പോൾ ഒരു മതിലിൻ്റെ അരികിലിരിക്കും. അവിടെ ഇരുന്ന് ചാരി ഒന്ന് ഉറങ്ങിപ്പോവും. അപ്പം മതിലെ വന്നിരുന്ന കുഞ്ഞാറ്റക്കിളികൾ കാട്ടിച്ചിട്ട് ഇയാൾ കണ്ണീ വീഴും, കണ്ണ് കാഴ്ച പോകും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്തിട്ട് പണി മേടിച്ച ആളാണ് ഇയാൾ. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ നീതിമാനാണെങ്കിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിന് നിശ്ചയപ്രകാരം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായിരിക്കും. ഇപ്പോഴും അന്ധനായ അപ്പൻ്റെ അടുത്ത് മകൻ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് വരുമ്പോൾ അപ്പോഴും അസ്ത്രിയാസമുണ്ട്. വിട്ടുമാറാതെ നിൻ്റെ ജീവിതത്തിൽ മത്സ്യങ്ങൾ വന്നാലും നിൻ്റെ ജീവിതത്തിൽ കുഞ്ഞാത്തക്കരുകൾ നിൻ്റെ കണ്ണ് കളഞ്ഞാലും നിന്നെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്കൊന്നും ഭയക്കുമെന്നുള്ള ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനമാണ്. ദൈവപൈതലെ, നീ കാണാത്തൊരു ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്നെ നയിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന
ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആധ്യാത്മിക ജീവിതത്തിന്റെ അകവും പുറവും എന്നെ കാണിച്ചു തരുന്ന ദൈവവചന വെളിപാടുകളെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് ഉയർച്ചയ്ക്കായി അതിനെ ക്രമീകരിക്കുവാൻ അങ്ങേക്ക് പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർക്കശമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും അവളുടെ കയ്യിൽ ആ ദ്വൈവ്യാസന്റെ കയ്യിൽ ആ കയ്പ ഇരിപ്പുണ്ട്. കട്ടൻ കയ്പയും. കയ്പെന്ന് പറയുന്നത് എന്താണ്? കട്ടില്ലേ, കട്ടിനാണ് നമ്മൾ കട്ടെന്ന് പറയത്തില്ല, അതിനാണ് കയ്പ് എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ എന്താ എടുത്തുകൊണ്ട് പോകുന്നത്? അവർ ആ കരളും കയ്പ എടുത്തുകൊണ്ട് പോകുന്നത്, ചങ്ക എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം എന്നാ പറഞ്ഞത്? ഇപ്പം അസ്ത്രീയാസ്ത്രീ കൊണ്ടുകൂടാ, ഓരോ സമയത്തും ദൂതൻ കൂടെ ഉണ്ടാവും. ഇവർ ദൂതൻ എന്താ വിട്ടു പോകാത്തത്? ഇവരുടെ ജീവിതത്തിൻ്റെ നിലപാട് കൊണ്ടാണ് ദൂതൻ വിട്ടു പോകാത്തത്. ദൂതൻ ഇപ്പോഴും ഉണ്ട്. ആ യാത്ര പൂർത്തിയാക്കുകയാണ്, ശുഭമാക്കുക എന്നുള്ള ഈ ദിവസങ്ങളൊക്കെ കർത്താവ് പറയുന്ന വാക്കുകളല്ലേ. ഇവിടെ യാത്രയുടെ ശുഭം കണ്ട, അതായത് ഇപ്പോഴും അസ്ത്രീയാസ് പറയും, ഇനി നീ അപ്പൻ അന്ധനായ അപ്പൻ്റെ കണ്ണിലേക്ക് ആ കയ്പ പിഴിഞ്ഞൊഴിക്കാൻ പറയും. 11:7-8 റഫായേൽ പറഞ്ഞു, തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അതായത് തോബിയാസിൻ്റെ അപ്പനാണ് തോബിത്ത് അന്ധനായിരുന്നു. ആ കുരുവെന്ന് കട്ടിച്ച് കണ്ണുപോയതാണ്. ആ കണ്ണ് തിരികെ എടുക്കാൻ വേണ്ടിയാണ് മീനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം പക്ഷേ മീൻ വിഴുങ്ങാൻ വന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷേ വിഴുങ്ങാൻ വന്നതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത് ഇവർ ഉടമ്പടി, അപ്പനും മകനും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പനും മകനും ഉടമ്പടി കർക്കശമായിട്ട് തെറ്റാത്ത രീതിയിൽ ഉടമ്പടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ നിയോഗങ്ങളുണ്ട്. അതെല്ലാം അവസാനം ശുഭമായി. ഇപ്പം നമ്മൾ ഈ എഫേസ്യൻസ് വായിക്കത്തില്ലേ? എന്താണ് 3:20 വായിച്ചേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, ഒന്ന് പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പക്ഷേ പോയതെന്തിനാണ്? കടം മേടിക്കാൻ ആ വെള്ളി ഏൽപ്പിച്ച് തിരിച്ചു വാങ്ങിക്കാൻ പോയതാണ്. കിട്ടിയത് എന്തെല്ലാം കിട്ടിയെന്ന് നോക്കിയാൽ എൻ്റെ ഇടയ്ക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അതായത് തോബിയാസിന് ജീവിത പങ്കാളിയെ കിട്ടി, അതേസമയം തന്നെ അപ്പൻ്റെ കണ്ണ് തെളിഞ്ഞു. ഇതെല്ലാം ഇടയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ കാർക്കശ്യങ്ങളിൽ ഒത്തുതീർപ്പില്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി ചെയ്യുമ്പോഴും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇവരെക്കാൾ അധികമായി
എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ഇവരെക്കാൾ അധികം എന്ന് പറയുമ്പോൾ വ്യക്തികളാണ് അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ വേറെ ഒരു വശമാണ് ഇതിനേക്കാൾ അധികമായി. ഇവരെക്കാൾ അധികം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിനേക്കാൾ അധികമായി. ഇവരെന്ന് പറയുമ്പോൾ പേഴ്സണാണ് അവിടെ വരുന്നത്. നമ്മുടെ ജീവിതാനുഭവം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വ്യക്തികൾ മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു രോഗമുണ്ട്, അതിന് നിങ്ങളത് ഡെസ്പാണ് ശരിക്കും. ഇപ്പോൾ കർത്താവ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയം അതല്ലേ? അതിനേക്കാൾ അധികമായി നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പം നീ ഒരു ചിട്ടി വീഴാൻ വേണ്ടി ഉടമ്പടി ഇട്ട്, ചില ആൾക്കാർ ചിട്ടി വീഴുന്നുണ്ട്, നല്ല കാര്യം. അത് നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല, അത് ശരിക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ഒത്തിരി സാക്ഷ്യം റെക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ ഇടപെടലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് അതുകൊണ്ടാണ് തുടക്കണമെങ്കിൽ ദൈവം കൈ നീളുമെന്ന് പറഞ്ഞ ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പിന്നെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മങ്ങൽ വരുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? നീ ദൈവത്തെക്കാൾ അധികമായിട്ട് ചിട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന പ്രശ്നം. ഇതിങ്ങനെ കുറേ പെണ്ണുങ്ങൾക്ക് പണിമേടിക്കണം ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവരൊരു കാര്യം ചെയ്യും, അവർ ചിലപ്പോൾ നിങ്ങളോർക്കും ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഈ പ്രാവശ്യം എല്ലാം മുഴുവൻ ഞാൻ ജയിക്കും. പക്ഷെ അവർ ഉടനെ തോറ്റു പോകുമ്പോൾ ഉടനെ പിന്നെ അവർ ഉടമ്പടി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉടമ്പടിയേക്കാൾ ദൈവത്തെക്കാൾ അധികമായി IELTSനെ നിങ്ങളുടെ പ്രൊഫഷനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് പിടികൊടുത്തില്ലേ? ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു വിഷയം, ഇപ്പോൾ നിങ്ങൾ വസ്തു വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം എന്ന് വിചാരിച്ചോ? വസ്തു വിൽക്കണം, ജപ്തിയായി പോകണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കണം, ഉടമ്പടി എടുത്തിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് വേറെ പദ്ധതി ഉണ്ട്. ഇപ്പോൾ സെലു തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ 6 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ യൂറോപ്പിൽ പോകുക, ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പം ഞാൻ അവിടെ എന്താ പറഞ്ഞത്? നീ ജയിക്കുക ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ യൂറോപ്പിൽ പോകുമെന്ന് പറഞ്ഞു. അതെന്താണ്? കർത്താവ് എന്നോട് പറഞ്ഞതാണത്. ഇവളുടെ പ്രമാണം കൊണ്ട് ഈ വിസയുടെ കോപ്പി അല്ലെങ്കിൽ ഇവിടെ തന്ന പേപ്പർ കൊണ്ടുപോയി കർത്താവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന നോട്ടാണ്, എൻ്റെ ഉള്ളിൽ തന്ന നോട്ടാണ്. ഞാൻ പറഞ്ഞ് നീ ജയിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ പോകുമെന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയ? അവളെ തിരിച്ച് അവളുടെ ഏജൻസി തന്നെ, ഏജൻസിക്ക് അവർ 4 ലക്ഷം രൂപ കൊടുത്തായിരുന്നു നേരത്തെ. എന്നിട്ടാണ് ഇവൾ തോറ്റിരിക്കണത്. ഇപ്പോൾ എന്നാ പറ്റിയെന്ന് ഇവിടെ അത് ഫോർവേഡായിപ്പോയി. ഇതിൻ്റെ ഓണർ അവളെ തിരിച്ച് വിളിക്കും. ഈ അയർലൻഡിൽ നിന്ന് ഓണർ തന്നെ വിളിക്കും, ചോദിക്കും നിങ്ങൾ എത്ര രൂപയാണ് ഏജൻസിക്ക് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഓണർ പറയും, അത് ഓണറിനോട് ഇവൾ പറയും അത് പറയാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യലാണ് എന്ന് പറയും. അപ്പോൾ ഓണർ പറയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ 5 പൈസ വാങ്ങിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് ഒത്തിരി പൈസ വാങ്ങിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പൈസയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ പറയും. ഉടനെ അവർ പറയും, ഞാൻ 15 ലക്ഷം ഏജൻസിക്ക് കൊടുത്തു, 5 ലക്ഷം പ്രോസസ്സിങ് ചാർജ് 20 ലക്ഷം എന്ന് പറയും. ഉടനെ ഓണർ പറയും, എൻ്റെ ഫേമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, 5 പൈസ അടക്കണ്ട, നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. നോക്കിയേ, വിഷയം കണ്ടില്ല? ഒരു IELTS ഇല്ല, പരീക്ഷയില്ല, ഒന്നുമില്ല, പൈസ ഇല്ല. അമ്മ റിക്രൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഇവളോട് ഞാൻ പറയണത്, നീ പോകുമോ, നീ ജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ യൂറോപ്പിൽ പോയിരിക്കും. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് അവൾ പറഞ്ഞു, അമ്മേ ഞാൻ 5 ലക്ഷം കൊടുത്തല്ലോ, എനിക്ക് വേണ്ടി ചില പ്രോസസ്സിങ്ങിന് വേണ്ടി 2.5 ലക്ഷം ചിലവായി കാണും. അപ്പോൾ 2.5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം എനിക്ക് തിരിച്ച് തന്നാൽ എനിക്ക് കുറച്ച് പർച്ചേസ് നടത്താൻ പറ്റുമല്ലോ. നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം വന്നതുപോലെ അങ്ങ് പറയണം. അവളോട് ഉടനെ പഴയ ഏജൻസി 5 ലക്ഷം മേടിച്ച ഏജൻസിയോട് പറയും, എനിക്കിങ്ങനെ അവിടുന്ന് ഫ്രീ വിസ തന്നു, ഞാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ പൈസ അത്രയും ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിക്കും, തിരിച്ചു തരാമെന്ന് ചോദിക്കും. 5 ലക്ഷം രൂപ ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറയുന്നറിയാമോ? മാഡം ഇന്നത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് 1.5 ലക്ഷം രൂപയെ പ്രോസസ്സിങ് ആയിട്ടുള്ളൂ, ബാക്കി 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയും. അത് മദർ ഇടപെട്ടുമ്പോൾ വിഷയമെല്ലാം മാറും. ചിലർ വരുമ്പോൾ ചരിത്രം വഴിവാന്ന് മദർ ഇടപെടുമ്പോൾ മൊത്തം വിഷയങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചതഞ്ഞും നനഞ്ഞ് ഉണങ്ങി നിൽക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുത്തിട്ട്
ദൈവത്തിനൊന്ന് ബോധ്യപ്പെടുത്തണം. എന്താ കാര്യം? ഞാൻ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണത്. ഈ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള അഭ്യാസമൊന്നുമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ വിഷയം ക്ലിയർ ആകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജീവിത രീതിയാണ്. ഇത് അങ്ങനെ ജീവിത രീതിക്ക് വെല്ലുവിളിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം. പക്ഷേ പറ്റുന്നവരെല്ലാവരും, കാര്യം ഇതിനേക്കാൾ മെച്ചമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് സാധാരണ മനുഷ്യൻ സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ പരിചയമില്ലെന്ന് മാത്രമേ എനിക്ക് ഉത്തരവായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഇത് അത്ര കണ്ട് മഹത്തരമായ ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇത് നിന്നെ ദൈവം തന്നെ ഈ വിളിയിലോട്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം തന്നെ നിന്നെ വിളിച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്? നീ ഇതിനുള്ള സാധ്യതയുള്ള ജന്മമായിട്ട് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ അർപ്പിച്ച വിശ്വാസം നീ കളങ്കപ്പെടുത്താതെ നീ പറ്റുന്നത്രയും ദൈവത്തോട് ഒപ്പിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, സ്തുതി, ആരാധന, വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ, സന്തോഷിക്കുവിൻ. നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ, നാളെ വരുന്ന മഹിമയൊക്ക ഇന്നീ ദുഃഖങ്ങൾ നിസാരമാ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ട് ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശഭരിതരായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് ബോധ്യം ഉണ്ടാകണം. ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതിൻ്റെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ സദാപൂർവ്വം പാലിക്കാനുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്. ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈതാക്കാലം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നടുവ് വേദനയുള്ളവരുടെ നടുവ് പിൻകഴുത്തുകൾ ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട്. അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ്. പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞു പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നു. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ, വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടാകുന്നവർ, പ്രഷർ വിട്ടുമാറാത്തവർ, ഷുഗർ രോഗികൾ, അതുപോലെ ശരീരങ്ങളെ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ, അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരു കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ
ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിന് നിന്നെ സഹായിക്കാം. മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ സങ്കടം എന്താണോ, നിൻ്റെ വിഷയം എന്താണോ, നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ, ഏത് അവസ്ഥയിലും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിസ്തുല രോഗികൾ, PCOD രോഗികൾ, അതുപോലെ തന്നെ അർസസ് രോഗികൾ, അൾസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർ, ഓരോരോ പേപ്പറുകൾ, രേഖകൾ അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, വീടിന് സമാധാനം ഇല്ലാത്തവർ, എല്ലാ മേഖല പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇട്ടുമുഴുക്കാൻ പോലെ സ്തുതിക്കട്ടെ. ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പണ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾ സ്ഥിരപ്പെടുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയിന് ശ്രദ്ധയുടെ ഈശോ കുഞ്ഞു കമ്പോളങ്ങൾ നടത്തുന്നവര്, കടകൾ നടത്തുന്നവര്, വ്യാപാരങ്ങൾ നടത്തുന്നവര്, വരുമാനം നിന്ന് പോയവര്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര്, ലഹരി ഓർത്ത് അടിപ്പെട്ടു പോയവര്, ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളില് പിരിഞ്ഞു പോയവര്, പിരിഞ്ഞു പോയ കേസിലായിരിക്കുന്നവര്, പോസ്കോ കേസ് അകപ്പെട്ടു പോയവര്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ രേഖകൾ ഒപ്പിടാനുള്ളവര്, പ്രമാണം നടക്കാനുള്ളവര്, കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര്, കാണാതെ പോയ വ്യക്തികളെ, കാണാതെ പോയ വസ്തുക്കൾ, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള്, സസ്പെൻഷനിലായിരിക്കുന്നവര്, കേസ് നടപടിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ മാറിയ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള്, തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. നന്ദി, മഹത്വം, ആരാധന. നീ വന്നു ശാന്തികൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തികൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടനിക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, വരുമാന മാർഗം കെട്ടുപോയവരുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാതിൽ നിന്ന് കൊടുകൂടെ പഴുപ്പ് ഇടത് കാതിൽ നിന്ന് പതുപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട്. കർത്താവ് സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഓപ്പറേഷൻ ചെയ്തതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല, പക്ഷേ വേദന ഉണ്ട്. അത് വിട്ടുമാറാത്ത രീതിയിൽ വേദന, റീ ഓപ്പറേഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ. ശത്രുത കനപ്പിച്ച് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ശത്രുത കനപ്പിച്ച് നടക്കുന്നുണ്ട്. അവർ എണിപാമ്പും കളി പോലെയാണ്. 99 ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് 2 കൊണ്ട് മഞ്ചരിക്കണം. കൃപയുടെ ജീവിതം 0-2 കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മാറാതെ ഒരു മാർഗ്ഗവുമില്ല.
ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ആത്മസംയമനത്തിൻ്റെയും സർവ്വപരി സുവിശേഷത്തിൻ്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഫേസ്യൻസ് 3:20 തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നമേഖലകളിലും ഉണ്ടാകുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമേകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്